ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് UK ഇമിഗ്രേഷനെ കുറിച്ചാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് കാനഡ മൈഗ്രേഷനെ കുറിച്ചാണ്. എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് UK ഇമിഗ്രേഷൻ, അതിനുള്ള പ്രോബബിലിറ്റീസിനെ കുറിച്ചൊക്കെയാണ്. സോ ഈ ചാനൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇതിനെക്കുറിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ഫോർ അവർ വീഡിയോ. ആൻഡ് പിന്നെ എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള UK ഇമിഗ്രേഷൻ സോൾ റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ് വിസ, ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റാർട്ടപ്പ് വിസ, ഇന്നോവേറ്റർ വിസ, ഇതൊക്കെ UK ഇമിഗ്രേഷൻ്റെ വിസാസ് ആണ്. പക്ഷെ സ്റ്റാർട്ടപ്പ് വിസയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, UK പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പ് വിസ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വിസയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. UK പല യൂണിവേഴ്സിറ്റീസിൽ സ്റ്റുഡൻസ് വിസ, അതിപ്പോൾ ഒരുപാട് ചേഞ്ചസ് സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ് വിസയാണ്. ഇത് പക്ക ബിസിനസ് വിസയാണ്. ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IELTS ഒരു എക്സാം ഉണ്ട്. അത് ലൈഫ് സ്കിൽസ് A1, UKVI ലൈഫ് സ്കിൽസ് A1 എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് IELTS പോലെയല്ല, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം IELTS. ഇതെന്ന് പറയുന്നത് സ്പീക്കിങ്ങും ലിസണിങ്ങും മാത്രമേ ഉള്ളൂ. ഈ 2 മൊഡ്യൂൾസ് മാത്രമേ നമുക്ക് ഈ ടെസ്റ്റിനകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഏത് ആൾക്കാർക്കും, ഏത് നാഷണാലിറ്റീസിനും ഇത് വളരെ എളുപ്പമായി ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. എല്ലാവരും പാസ് ആവുന്നത്, ജസ്റ്റ് പാസ് കിട്ടിയാൽ മാത്രം മതി. ആ A1 ടെസ്റ്റിൽ ജസ്റ്റ് റിസൾട്ട് പാസ് എന്ന് പറയുന്നത് കിട്ടിയാൽ മതി. സോ ഇതാണ് ഞാൻ ബേസിക്കലി ഇതിന്റെ IELTSന്റെ ടെസ്റ്റ്. ഇതൊരു IELTS ടെസ്റ്റ് ആയിട്ട് സാധാരണ ഗതിയിൽ കൂട്ടുന്നില്ല. നമ്മൾ സാധാരണ IELTS ജനറലും IELTS അക്കാഡമിക്കും പോലെ അല്ല ഈ ടെസ്റ്റ്. അതുപോലെ തന്നെ ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒട്ടും തന്നെ ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരാൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം റിസൈഡ് ചെയ്യുന്ന UAE-ലാണ്. UAE-ലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ബേസിക്കലി ഇതിന്റെ ക്രൈറ്റീരിയാസ് എല്ലാവർക്കും കൂടെ ഞാൻ ഇതിന്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്പനി ഏത് കൺട്രിയിലാണോ ആ കമ്പനിയുടെ ലൈസൻസ് ഉള്ളവർ, അതായത് ഈ കമ്പനിയുടെ ലൈസൻസ് 2 പേരുടെ പേരിലായിരിക്കും. UAE-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2 പേരുടെ പേരിലായിരിക്കും. ഒന്ന് പലതരത്തിലുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് ഉള്ള ബേസിസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് 51% ലോക്കലിനും സ്പോൺസർ, അതുപോലെ തന്നെ 49% എക്സ്പെക്ട്രേറ്റ്സിനുമാണ്. സോ ഈ 49% എക്സ്പെക്ട്രേറ്റ്സിന് ഈ ഒരു പർട്ടിക്കുലർ വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് അതായത് ഒരു കമ്പനി ഓണർ, നമ്മൾ ബേസിക്കലി ഇവിടുത്തെ കമ്പനി ഓണർ ആവണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ ലൈസൻസ് LLC-ലാണെന്നുണ്ടെങ്കിൽ ഒരു 51% ലോക്കൽ സ്പോൺസർ അത്യാവശ്യമായിട്ട് വേണം. സോ ആ 49% ഷെയർ ഹോൾഡറിന് ഈ പർട്ടിക്കുലർ വിസ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ വിസ കിട്ടിയതിന് ശേഷം പുള്ളിയുടെ വൈഫിനും, അതായത് അവരുടെ ഡിപ്പെൻഡൻസിനും 15 ഡേയ്സിനുള്ളിൽ ഇവർക്കും വിസ കിട്ടുന്നതായിരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഇഫ് യു ആർ വർക്കിംഗ് ആസ് എ പെർഫെക്റ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി, ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്കും ഇവിടെ സോൾ റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ് വിസ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഓണറിന്റെ വൈഫിന്, ശ്രദ്ധിച്ച് കേൾക്കുക, ആ കമ്പനിയിലെ ഓണറിന്റെ വൈഫിന്, 49% ഷെയർ ഹോൾഡറിന്റെ വൈഫിന് they can apply with this, they can give so many documents related to this. പക്ഷേ അതിന് കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, പതുക്കെ പറഞ്ഞു തരാം. ഫസ്റ്റ് കാറ്റഗറി 49% ഷെയർ ഹോൾഡറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 49% ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന ഒരു സ്ഥിതിക്ക് ആ ആളുടെ കയ്യിൽ കമ്പനിയുടെ LLC ലൈസൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സും പുള്ളിയുടെ കയ്യിൽ കാണും.
സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ IELTSന്റെ സ്കോർ, ഈ ലൈഫ് സ്കിൽസ് A1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു, വളരെ ഈസി ആയിട്ട് ആർക്കും കിട്ടാവുന്ന ഒരു ടെസ്റ്റ് ആണ്. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമേ ഇല്ല. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ഇല്ലാത്തവരും പാസ്സായവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും ഈവൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ പോകാത്തവർ പോലും ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഡോക്യുമെന്റ്സ് നമ്മൾ കമ്പൈൽ ചെയ്ത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോസസ് ഉണ്ട്. അത് കുറച്ച് അധികം, അത് നമുക്ക് ഈ വീഡിയോയിൽ അത് പറയാനായിട്ട് സാധിക്കില്ല. ഐ ടെൽ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കാരണം ഒരുപാട് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഈ 3 മന്ത്സിനുള്ളിൽ വിസ കിട്ടുമെങ്കിൽ പോലും ദിസ് പ്രോസസ് എ വെരി ലോങ്. പക്ഷേ ഈസി ആയിട്ട് വിസ കിട്ടാവുന്ന UK-യില് ഇതിന്റെ ബേസിക് പ്രശ്നം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കമ്പനി ഉള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെന്നുണ്ടെങ്കിൽ ഏത് രാജ്യക്കാർക്കും ആ രാജ്യത്തില് പേരന്റ് കമ്പനി ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കമ്പനിയിലെ ഒരു ബ്രാഞ്ച്, ഒരു ബേബി ബ്രാഞ്ച് നമ്മൾ UK-യിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് ഞാൻ പറയാം, ഇതിന്റെ ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് IELTS UKVI വേണം. സെക്കൻഡ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ഇതിനകത്ത് നമുക്കൊരു പ്രശ്നമായിട്ടേ വരുന്നില്ല. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് കമ്പനി ഉണ്ടാവണം, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം, ലൈസൻസ് ഉണ്ടായിരിക്കണം. ആ കമ്പനി, പേരന്റ് കമ്പനി മിനിമം 3 years എങ്കിലും അത് ആക്റ്റീവ് ആയിരിക്കണം. ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ, ഹോം കൺട്രി ഏതാണോ അവിടെ ആക്റ്റീവ് ആയിരിക്കണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ബേബി ബ്രാഞ്ച് UK-യിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബേബി ബ്രാഞ്ച് ആക്റ്റീവ് ആയിട്ടിരിക്കണം. പിന്നെ ഈ 51% മേജർ ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി, ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 51 ആയിരിക്കത്തില്ല, 4 പേരായിട്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഫാമിലി ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ 2 പേരടങ്ങുന്ന ബിസിനസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ മേജർ ആയിട്ടുള്ള ഷെയർ ഹോൾഡർ ഒരിക്കലും ഈ ബിസിനസ്സിൽ പങ്കെടുക്കാനോ UK-യിൽ പറ്റില്ല. ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈ സോൾ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആയിരിക്കും. അതായത് ഈ മൈനർ ഷെയർ ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരിലാണോ വിസ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരിലായിരിക്കും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. അവർക്കായിരിക്കും കമ്പനിയിൽ ആർക്കൊക്കെ ഹയർ ചെയ്യാം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സോ ഇതാണ് ബേസിക്. ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും വളരെ ലോങ് ആണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ ലോങ് ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാണെന്നുണ്ടെങ്കിൽ കീപ് സബ്സ്ക്രൈബിങ് മൈ വീഡിയോസ്, കീപ് ലൈക്കിംഗ് മൈ വീഡിയോസ്, കീപ് ഷെയർ മൈ വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് UK ഇമിഗ്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഒന്നാമത്തെ കാര്യം, സ്റ്റാർട്ടപ്പ് വിസ എന്ന് പറയുന്നത് നമുക്കൊരു, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടപ്പ് വിസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നമ്മളൊരു കമ്പനി UK-യിൽ സ്റ്റാർട്ട് ചെയ്യാണ്, പക്ഷെ ഇതിനൊരു എൻഡോഴ്സ്മെന്റ് ബോഡി, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനൊരു എൻഡോഴ്സ്മെന്റ് ബോഡി നമുക്ക് അപ്രൂവൽ തരാതെ, അതായത് ഓരോ ബോഡീസ് ഉണ്ട് UK-യിൽ, അത് ആ ഗവൺമെന്റ് UK ഗവൺമെന്റിന്റെ അടിയിലുള്ള ബോഡിയാണ്. ആ എൻഡോഴ്സ്മെന്റ് ബോഡി നമുക്ക് അപ്രൂവൽ തരാതെ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ അവിടെ സാധിക്കില്ല. സോ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ പേരന്റ് കമ്പനി നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ച് നമുക്ക് UK-യിൽ വളരെ എളുപ്പം, വളരെ നിസ്സാരമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിന്റെ കൂടുതൽ പ്രോസസ്സും കൂടുതൽ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. സോ അതുവരെ സൈൻ അപ്പ്.